വനിതാ സംവരണ ഭേദഗതി ബില്ല് ചർച്ച ചെയ്യുന്നതിനുള്ള പ്രത്യേക പാർലമെന്റ് സമ്മേളനം നാളെ തുടങ്ങും. അതേസമയം ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനായി പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ഇന്ന് ചേരും. വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിലാണ് യോഗം. മണ്ഡല പുനർനിർണയം തിടുക്കപ്പെട്ട് വേണ്ട എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ ഒരു വനിതാ സംവരണ ഭേദഗതി ബില്ല് ചർച്ച ചെയ്യുന്നതിനുള്ള പാർലമെന്റ് സമ്മേളനമാണ് നാളെ തുടങ്ങുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? 3 ദിവസം കൊണ്ട് ബില്ല് അവതരിപ്പിച്ച് പാസാക്കാനാണ് ഇപ്പോൾ ഭരണപക്ഷത്തിൻ്റെ നീക്കം, അതായത് BJPയുടെ നീക്കം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. 18 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങൾ ഭരണപക്ഷത്ത് നിന്നും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ബില്ലിൻ്റെ പകർപ്പുകൾ പ്രതിപക്ഷ ഭരണപക്ഷ MPമാർക്കെല്ലാം തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. അതായത് അടുത്ത 2029 മുതൽ പുതിയ സംവിധാനത്തിലുള്ള തിരഞ്ഞെടുപ്പിലേക്ക് വരിക എന്നതാണ് ഇപ്പോൾ BJP ലക്ഷ്യമിടുന്നത്. വനിതാ സംവരണ ബില്ല് വരുന്നതോടുകൂടി തന്നെ സ്ത്രീകളുടെ സംവരണം 33% ഉയരും. അതായത് ഇപ്പോഴത്തെ പാർലമെൻറ്റിൽ 543 സീറ്റുകളാണ് ഉള്ളത്. അതിൽ 33% സീറ്റ് വനിതകൾക്ക് നൽകും എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നതെങ്കിൽ അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് മണ്ഡല പുനർനിർണയം കൂടി നടത്തി സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് വനിതകൾക്ക് 33% സീറ്റ് സംവരണം മാറ്റാനാണ് ഇപ്പോൾ BJPയുടെ നീക്കം. അതായത് 850 സീറ്റായിട്ട് പാർലമെൻറ്റിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും. അതിൽ 817 സീറ്റുകൾ ആണ് കൃത്യമായും തെരഞ്ഞെടുപ്പിലേക്ക് മാറുക. ബാക്കിയുള്ള സീറ്റുകളിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള MPമാരെ തീരുമാനിക്കാനുമാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ബില്ലിനെ എതിർക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ നീക്കം. കാരണം മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്ന ചില സംശയങ്ങളുണ്ട്, അതിനപ്പുറത്തേക്ക് ചില പ്രതിസന്ധികളുമുണ്ട്. ആ പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിച്ചതിന് ശേഷം മാത്രം ഈ മണ്ഡല പുനർനിർണയം മതി എന്ന നിലപാടിലാണ് കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നത്. അതായത് 2011 സെൻസസുമായി ബന്ധപ്പെട്ട തരത്തിൽ ഒരു മണ്ഡല പുനർനിർണയത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നീങ്ങുന്നത്. പക്ഷേ അത് പാടില്ല, കേന്ദ്ര സർക്കാർ നീക്കം നടന്നു. പക്ഷേ അത് പാടില്ല. 2027 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം വേണം എന്നൊരാവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൃത്യമായി നേരത്തെ പറഞ്ഞിരുന്നതിലും വ്യത്യസ്തമായ ഒരു നീക്കം നടത്താനാണ് ഇപ്പോൾ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് കോൺഗ്രസ് MPമാരും ഒപ്പം തന്നെ നേതൃത്വവും പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിൽ ഇന്ന് പ്രതിപക്ഷ അംഗങ്ങളുടെ ഒരു യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു നീക്കം BJP നടത്തുന്നത് കോൺഗ്രസിനെ കാര്യമായി ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. പല മണ്ഡലങ്ങളിലും, അതായത് പല സംസ്ഥാനങ്ങളിലും പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെയും നിയമസഭാ മണ്ഡലങ്ങളുടെയും എണ്ണം കുറയുന്നത്, അതായത് തെക്കേ ഇന്ത്യയിൽ കുറയുമ്പോൾ വടക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ എണ്ണം കൂടാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇതെല്ലാം വലിയ തരത്തിൽ കോൺഗ്രസിന് നഷ്ടമുണ്ടാക്കും എന്നുള്ളത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് തന്നെ അറിയാം. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളുടെ ഒരു യോഗം ചേരാൻ ഇന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, വളരെ വേഗത്തിൽ ഈ 16, 17, 18 തീയതികളിൽ 18 മണിക്കൂർ കൊണ്ട് ഈ ബില്ലിന്മേൽ ചർച്ച നടത്തി പാസ്സാക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ 3/2 ഭൂരിപക്ഷം ഈ ബില്ല് പാസ്സാകണമെങ്കിൽ വേണം. അതിൻ്റെ അർത്ഥം ഒന്നുകൂടി വ്യക്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ കക്ഷികളുടെ സഹായം കൂടി ലഭിച്ചാൽ മാത്രമേ ഈ ബില്ല് പാസ്സാക്കാൻ കഴിയുകയുള്ളൂ. അതിന് എന്തൊക്കെ നീക്കങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളത് പിന്നീട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കും എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ BJP മുന്നോട്ട് പോകുന്നത്. ഒപ്പം മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് ഒരു കമ്മീഷനെ നിയോഗിക്കാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ ബില്ലും നാളെ തുടങ്ങുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. സുപ്രീം കോടതി ജസ്റ്റിസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 3-അംഗ സമിതിയാണ് മണ്ഡല പുനർനിർണയം ഒപ്പം വനിതാ സംവരണ ബില്ലുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പഠിക്കുന്നതിനുമായി ചുമതലപ്പെടുത്തുക. അങ്ങനെ 3 ബില്ലുകൾ നാളെ തുടങ്ങുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ബില്ലിൻ്റെ ചില കാര്യങ്ങളിൽ കോൺഗ്രസിന് വലിയ തരത്തിൽ വിയോജിപ്പുണ്ട്. അത് ഘടകകക്ഷികളുമായി ഈ വിഷയത്തിലുള്ള ആശയം ഇന്ന് പങ്കുവയ്ക്കും. അതിനുശേഷം എന്തു നിലപാടാണ് പാർലമെൻറ്റിൽ തീരുമാനിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു അവസാന തീരുമാനത്തിൽ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും കോൺഗ്രസിന് ഈ നീക്കത്തിനോട് കടുത്ത വിയോജിപ്പുണ്ട്. കാരണം ഈ പ്രത്യേകിച്ചും മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന രീതികൾ, അതായത് സെൻസസ് സംവിധാനങ്ങൾ, അത് കൃത്യമായും 2027 സെൻസസ് അനുസരിച്ച് വേണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിട്ട് മാത്രമേ ഉള്ളൂ. 2029 തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോഴും BJPയുടെ മുന്നിലുള്ള ലക്ഷ്യം. ആ 2029 തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും 33% വനിതാ സംവരണവും മണ്ഡലങ്ങളുടെ എണ്ണം
വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ BJPയുടെ മുന്നിലുള്ളത്. ശരി, വനിതാ സംവരണ ഭേദഗതി ബില്ല് ചർച്ച ചെയ്യുന്നതിനുള്ള പ്രത്യേക പാർലമെന്റ് സമ്മേളനമാണ് നാളെ തുടങ്ങുന്നത്. ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനായി ഇന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗവും ചേരും. വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിലാണ് യോഗം. മണ്ഡല പുനർനിർണയം തിടുക്കപ്പെട്ട് വേണ്ട എന്ന നിലപാടിലാണ് പ്രതിപക്ഷമുള്ളത്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.